തുടർന്ന് കർത്താവ് നമ്മെ അനുഗ്രഹിക്കേണ്ടതിനായി ദൈവവചനത്തിൻ്റെ മുമ്പാകെ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഓർക്കുവാനൊക്കെ ഉള്ള സമയമായി മാറട്ടെ. പ്രാരംഭ ചില നിമിഷങ്ങൾ കർത്താവിൻ്റെ ദാസൻ പ്രിയ ജെയ്സ് മുമ്പോട്ട് കടന്നു വന്ന് ദൈവവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കും. ദൈവം തൻ്റെ ഹൃദയത്തിൽ പകർന്ന ചിന്തകളെ നമ്മുടെ മധ്യത്തിൽ പ്രസ്താവിക്കുവാൻ കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുന്നു. കരങ്ങളടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാൽ. പ്രൈസ് ദി ലോർഡ്. രാവിലെ നിങ്ങളോടെല്ലാം ഒന്നിച്ച് ആയിരിക്കാൻ ദൈവം എന്നെയും സുമിയെയും സഹായിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ we went through a lot of trouble as a whole family in the last almost 2 months, but ദൈവത്തിൻ്റെ കൃപ കൂടെയിരുന്നു, സഹായിച്ചു. പ്രയാസങ്ങളെല്ലാം ഈ ചർച്ച ചെയ്ത എല്ലാ സഹായങ്ങൾക്കും ഞങ്ങൾ കുടുംബമായി വളരെ നന്ദിയുള്ളവരാണ്. ഇന്ന് പകലിൽ ഇവിടെ ഒന്നിച്ച് നിങ്ങളോട് കൂടി ആയിരിക്കാൻ സഹായിച്ചു. ഇന്നൊരു പുതിയ ബിൽഡിങ്ങിൽ ആയിരിക്കാൻ സഹായിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ അവസാനം ഞാൻ വന്നപ്പോൾ ദൈവദാസനോട് സംസാരിക്കാനിടയായി. അന്നേരം ഞങ്ങൾ സംസാരിച്ച ഒരു ടോപ്പിക്കാണ് വി ഷുഡ് പ്രോബ്ലി ബൈ എ ബിൽഡിംഗ് എന്നുള്ളത്. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ 1 മാസത്തിനുള്ളൊരു ചേഞ്ച് ദൈവം നൽകി. ദൈവം നടത്തിയ എല്ലാ വഴികൾക്കുമായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകലിൽ ജോബിസിനോടും ജെയിനിയോടും മമ്മിയോടും ജെയിംസ് അങ്കിളിനോടും ആൻറ്റിയോടും കുഞ്ഞുങ്ങളോടും എല്ലാം ഒന്നിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു ഓർത്ത് സ്തോത്രം. എനിക്ക് തോന്നുന്നു ജെയിംസ് അങ്കിളിന് ജെയിനിയുടെ വിവാഹത്തിന് ശേഷം ഒരു പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ അവരെ കണ്ടതാണ് നേരിട്ട്. ഞങ്ങൾ ഫോണിൽ സംസാരിക്കുമെങ്കിലും നേരിട്ട് കാണാനുള്ള അവസരം പിന്നീട് ഉണ്ടായിട്ടില്ല. ഇത്രയും വർഷത്തിന് ശേഷം പിന്നെയും അങ്ങനെ ഒരു അവസരം ദൈവം ഞങ്ങൾക്ക് ഒരുക്കിയത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളോടെല്ലാം ചേർന്ന് ഇന്ന് പകലിവിടെ ആയിരിക്കുന്നതിൽ വളരെ നന്ദിയുള്ളവനായിരിക്കുന്നു. ഞങ്ങൾ നാളെ രാവിലെ തിരിച്ച് ഡാലസിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ യാത്രയെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഞങ്ങൾക്ക് സുമിയുടെ പേരൻസ് ഞങ്ങളോട് ഉണ്ട്. ഞങ്ങൾ കുഞ്ഞുങ്ങളെ എവിടെ ആക്കിയിട്ടാണ് പോകുന്നത്, അവിടെയെല്ലാം ദൈവത്തിൻ്റെ കൃപ അവരുടെ കൂടെ ഇരിക്കേണ്ടതെന്ന് നിങ്ങൾ പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവം ഞങ്ങളെയും അതിശയകരമായി അത്ഭുതകരമായി നടത്തുന്നു. ദൈവത്തിൻ്റെ എല്ലാ കൃപകൾക്കുമായി നന്ദി. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വീണ്ടും ഇന്ന് പകല് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓക്കെ, എനിക്ക് വളരെ only very short time in front of me, so I think we should take a quick look into the Word of God. Are you all ready? The kids, young people, are you guys ready? Okay, let's take Psalms 147 and let's go to verses 15, 16, 17 and 18. Okay. Madi, thank you so much. You got it? Okay, go ahead and read in English. He sends out his commands to the earth. His word runs swiftly. He gives snow like wool. He scatters frost like ashes. He hurls down his crystals of ice like crumbs. Who can stand before his cold? Praise the Lord. So in probably I think tomorrow morning you guys are getting your first snow here or something like that. You may have got some flurries, but your second snow. Okay. It's going to come, right? Snow is going to come. We know that, right? Right. So here in this book, the psalmist is talking about God sending his ice, his snow to the people. Are you following me? Are you guys listening to me? Okay, please listen to me. I will ask questions. How many seasons are there? Go ahead. 4? Okay, tell me the seasons. What the season starts with? Which is the season that we all start with? No, we don't start with fall. We start with spring. Okay, let's start with spring. Go ahead. Summer, fall, winter. Do you say fall or autumn here? Fall. Okay, good. So spring, summer, fall, and winter. Right. Which is your favorite season?
Summer is your favorite season? Okay. Okay, so summer is a favorite season in Calgary. Come to Dallas, nobody likes summer. Okay? I think we only, usually people like two seasons, which is spring and fall. The other two seasons are extreme, right? And I don't think Calgary has that problem. But come to Texas, you'll really hate summer. You get into the 40 degrees and then you probably won't like that. And the winter, maybe you like a little bit of snow, but if you have like 40 days, 50 days of snow, I don't think people are going to like that too much, right? So it's difficult to go through the extreme of the seasons. So why are there the extreme seasons? Why do we have extreme seasons? Anybody can say. So you can experience change. Why do you need change? Exactly. You need a mental change, right? You cannot be doing this. Can you all eat the same food morning, lunchtime, and evening? No. Right? We need some difference in life, right? But there are other reasons why there needs to be change. Because change moves things forward. If you don't have any change, you're going to get stuck and you'll be lost after some time. This world is set for change. But why we have seasons is because there are plants growing, and then God controls the growth of everything, right? There is a system that is put in place, and for sustaining that system, you need to have these cycles of change. Are you following me? If these changes are not there, have you heard of these stories where, if a particular animal grows too broad, or let's say you have bunnies. Let's say, do you guys love bunnies? Okay. And let's say we have 1 million bunnies. What will happen? There won't be any grass left, right? There won't be any crops left, right? And it will probably create a lot of diseases as well. So everything needs to have a balance. For that balance, God has created these seasons. Okay? Are you following me? Okay. Now, what happens? This is physical seasons that we're talking about. In our life, we go through seasons as well. We all go through difficult times. We all go through happy times. Right? There are seasons. And we ask God, why did you give me this season? The season of cold. You know what happens in cold? There's no life. Right? There's no life outside that you can visibly see. You can't walk outside. You cannot do anything because you need to have like extra equipment, like extra clothes, extra shoes. Maybe you need a warm car. Like you cannot just walk outside forever, right? But in summer or spring, you can work outside. But in snow, you cannot work outside without having some extra equipment. You'll get tired and you have to come back home. But there are seasons like that God gives us in our life. We question God. I can tell you, everybody in this room will question God. We may not be asking like angrily, but we'll feel that pain inside. Some people may react, right? Some people will really react. And some people are reacting mildly, but internally, we all go through that pain of like, why do I have this extreme season of heat or extreme season of cold in my life? But it's important that God has created those seasons also for a purpose. He gives us seasons so that there are things that He needs to sustain. If we don't go through those seasons, we will not become the right people of God. He gives us seasons so He can teach us. He gives us seasons so that He can really make us come closer to Him. Right? Let's read that. 16 and 17. It says,
മലയാളത്തിൽ ഇങ്ങനെ എഴുതുന്നേ, അവൻ പഞ്ഞി പോലെ മഞ്ഞ് പെയ്യ്ക്കുന്നു, ചാരം പോലെ നീഹാരം വിതറുന്നു, അവൻ നീർക്കെട്ട കഷ്ണം കഷ്ണമായി എറിയുന്നു, അവൻ്റെ കുളിർ സഹിച്ച് നിൽക്കുന്നവൻ ആർ. But the next word says is, that snow or that ice is not going to sustain forever. The next word says, അവൻ തൻ്റെ വചനം അയച്ച് അവയെ ഒരുക്കുന്നു. When God puts difficult seasons in our life, the next thing that God does is He sends His word. He sends His word that melts away those difficulties. Hallelujah. In the പകലിൽ we all have to remember that God's word can remove the bad seasons in front of us. If we are going today through difficult seasons, we should pray for the word of God to come to that. And the word of God can melt those difficult things that are obstacles for us. Okay? So, next verse that we did not read. അവൻ യാക്കോബിന് തന്നെ വചനവും ഇസ്രായേലിന് തന്നെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു. അത് വേറെ ഒരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല. So, yes, the seasons happen for everybody in the world. നമുക്ക് മാത്രമല്ല. Is the season happening only for us? It's for everybody, right? Everybody in the world goes through the seasons. Then why is it interesting that he says here that he sends the word and melts down this ice for us? Why is it important? In this particular context, God is saying, yes, the seasons are there for everybody, but I am telling you that I have sent my word for clearing out these difficult things in front of you, and I am just giving you that knowledge that nobody else knows. You are the only people in the world who understands why we go through the seasons. Everybody is like, okay, season comes, season goes. Season comes, season goes. That's not what God means for us. What God means for us is that there is a word of God that comes and takes this difficulty. And why did we go through the season? So that He can teach us. And that teaching is not given to anybody else in the world. Your personal, you guys know, right? So we just read the verse. From the time the sun rises in the east, one of the kids was saying, to the time that sun sets in the west, right? We all learn in our early life that sun rises in the east and sun sets in the west. Is actually sun rising in the east and setting in the west? That we learn later. As small kids, we learn that sun rises in the east and sets in the west. But after a few years in our school, we learn sun doesn't rise at all. Nothing happens. It's because of Earth's rotation. We are feeling that sun rising in the east and setting in the west. But that's a mystery that you can only learn when you are able to learn that. You grow through those learnings. Right? As a baby, you can't understand that. When you grow a little bit more, this teaching will come to you and you will start learning and understanding more and more. Similarly, God's kids also have to grow in learning. There are mysteries that are hidden behind everything that we do, behind everything that God gives us. And that is only revealed to us when we are eager to learn to the next step. And that is not given to anybody else in the world. That's only given to us. These seasons are a time for God to teach us. God is teaching us that obstacle that is in front of you, I put it. Don't worry about it. I am strong enough to remove that. But if you trust in the human aspects, we all have to trust in some level of physical human aspects. For example, when we get sick, we have to trust the medical system in some form or fashion. We have to trust the medicines or some practices that we have to follow, even if they
Maybe if you are not really completely interested in medicine, you may still have to follow certain practices to keep you healthy, because those are teachings that you received in the past, right? These opportunities that God gives us is to understand that He is capable of doing things. Not everybody goes through that. Not everybody will learn from that. But the people of God today have to understand that things that are placed in front of us are given by God. ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങളിലൂടെ നാം കടന്നു പോകുന്നത്, അത് എനിക്ക് കിട്ടുന്നത് എൻ്റെ ഈ യുണീക്ക് സിറ്റുവേഷനാണ്. നിങ്ങൾക്ക് പാസ്റ്റർക്ക് കിട്ടുന്നത് പാസ്റ്റർ യുണീക്ക് ലേണിംഗ് ആണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടുന്നത് നിങ്ങൾക്ക് ഓരോരുത്തരുടെയും യുണീക്കായ ഒരു പാത്വേ ആണ്. അത് മറ്റൊരാൾക്ക് കിട്ടത്തില്ല. ആ ലേണിങ് ഇന്ന് പകലിൽ സ്തോത്രം നമുക്കത് ആവശ്യമാണ്. ദൈവം നമ്മുടെ ആ അളവ് നോക്കിയിട്ട് ദൈവം എന്ത് ചെയ്തേക്കുവാണ്, അങ്ങനെ ഒരു കറിക്കുലം സെറ്റ് ചെയ്തേക്കുവാണ്. ജസ്റ്റ് ലൈക്ക് എവറി കിഡ് ഗോസ് ത്രൂ എ സ്കൂൾ ആൻഡ് ലേൺസ്, വി ഹാവ് എ ലേണിംഗ് ആസ് വെൽ. അത് വേറെ ആർക്കും ദൈവം കൊടുത്തിട്ടില്ല. അതാണ് എടുത്തു പറയുന്നത്, അത് മറ്റാർക്കും കൊടുത്തിട്ടില്ല. ഇനി ഇതിൻ്റെ ആവശ്യം എന്താ? Let's go to and I'll close it and we want to give it back to Pastor. So let's go to 2 Timothy chapter 4 verse 2. 2 Timothy chapter 4 verse 2. Can somebody read that in NIV if you have NIV? Be prepared in season and out of season to preach the word. This is teaching to you and me so that I can go teach somebody else in season and out of season. This learning that I go through, this pain that I go through, the cutting off of certain things in my life that I go through is for me to teach somebody else that is coming after me. നമുക്ക് ശേഷം കടന്നു വരാനുള്ള ആർക്കോ വേണ്ടി ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ വചനം പ്രസംഗിക്കുക എന്ന് പറയുമ്പം don't think like it's a preaching thing only. It's about teaching. It's about giving this experience and saying, don't worry brother, I went through this, you will also go through that. Don't worry sister, this is something that you will go through, but you will be fine at the end of it. The situation that you're going through will be fine. You don't have to worry. I went through difficulties in the past. I can tell you that this is fine. You will be coming out of it in a successful way. And for that, I have to go through a learning. ഞാൻ പഠിക്കാത്തൊരു കാര്യം മറ്റൊരാളെ പഠിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലേ? നമ്മൾ പഠിക്കാത്തൊരു കാര്യം ഒരാളെ പഠിപ്പിക്കാൻ ഭയങ്കര പാടാ. നമുക്ക് ട്രൈ ചെയ്യാം, പക്ഷെ അവർ കുറച്ച് കഴിയുമ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം നിങ്ങൾ എങ്ങനെ എന്നെ പഠിപ്പിക്കുന്നത്? How do I trust you? For them to trust us, we have to go through some pain. For we have to go through that situation. Right? കെമിസ്ട്രി ഡിഗ്രി എടുക്കാത്ത ഒരാൾക്ക് കെമിസ്ട്രി പഠിപ്പിക്കാൻ ചെല്ലുമ്പം കുട്ടികൾ ചോദിക്കും, നിങ്ങൾക്ക് കെമിസ്ട്രിയെ കുറിച്ച് എന്തറിയാം? Right? We all take a specialization in something. Right? അതെന്തിനാ? അത് നമുക്ക് വർക്കിനകത്ത് ഉപയോഗിക്കണം, അല്ലെങ്കിൽ അത് ടീച്ചിങ്ങിനകത്ത് ഉപയോഗിക്കണം. ഈ വർക്കിനകത്തും ടീച്ചിങ് ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകരം ഞാൻ സമയം എടുക്കുന്നില്ല, ബട്ട് തിമോത്തിയോസിനോട് പൗലോസ് പറയുകയാണ്, ഈ പഠിച്ച വചനം എല്ലാം എന്തിനു വേണ്ടിയാ? മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടിയാ. All this learning that you got through me and your mom and your grandmom, this is all for you to teach others in season and out of season. It's not all in the good seasons that we have to give the word of God to others. We have to give. So, young kids, I know I'm closing this with this. So, in winter, do you follow a certain practice to wear clothes in a certain way? Who taught you that? If your mom did not know or your dad did not know, how will you know that? Because of generations? Yeah? He's right. Because somebody learned before me that this is the way I have to dress, I am dressing like that. How else will I know? That's the same thing for us as well. ദൈവമക്കളെ, നമ്മളെ ദൈവം പഠിപ്പിക്കുന്ന ഓരോ വഴികൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മളെ ബാഡ് സീസൺസിലൂടെ, എക്സ്ട്രീം സീസൺസിലൂടെ കടത്തി വിടുന്നത് ദൈവത്തിന് നമ്മളെ കൊണ്ട് ഉപയോഗമുണ്ട്.
ദൈവത്തിന് മറ്റുള്ളവരെ പഠിപ്പിക്കാനും നടത്താനും നമ്മുടെ ഈ വഴി ആവശ്യമാണ്. ഇന്ന് പകലിൽ ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിൽ ആശ്രയിക്കാം. കർത്താവ് നമ്മളെ ധാരാളമായി സഹായിക്കട്ടെ. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. നവംബർ 6 ഞാനും അമ്മയും ഞങ്ങൾ നാട്ടിലേക്ക് കടന്നു പോകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ പ്രത്യേകം ഞങ്ങളെ ചോദിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ ഫോർ ദ ടൈം.